വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയക്കുന്ന ചാനലിലേക്ക് സ്വാഗതം. ഇത് വൈകിട്ടത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് കടുകും നമ്മുടെ ഉഴുന്നും ചടപട പൊട്ടുകയാണ്. നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയല്ല, ഞാൻ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി പൊട്ടി തെറിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉഴുന്നിനി കിടന്നങ്ങ് ഒന്നുകൂടെ മൊരിയും കേട്ടോ. കാരണം ഉഴുന്ന് ഒത്തിരി അങ്ങ് മൊരിക്കരുത്, ചുമന്ന കളറാക്കരുത്. ഈ ഉള്ളിയെല്ലാം വഴറ്റുമ്പോഴത്തേക്ക് ഉഴുന്ന് ഇനിയും മൊരിയും. നെയ്യാണ് കേട്ടോ. പകുതി എണ്ണയും പകുതി നെയ്യും അങ്ങനെ സമാസമം വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഫുള്ള് നെയ്യായാലും ശരീരത്തിന് നെയ്യല്ല, നന്നല്ല. കുറച്ച് ഫുള്ള് എണ്ണയായാലും ഉപ്പുമാവിന് രുചി കിട്ടില്ല. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഞാൻ തന്നെ ഇവിടെ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലാണ് ഇഞ്ചി കൊത്തി വരിയാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാൻ ഇതിനകത്ത് ചീകിയാണ് വെച്ചിരിക്കുന്നത്. കറിവേപ്പില ഉണ്ട്, നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. സത്യം പറയട്ടെ, ഈ ഇഞ്ചി അങ്ങോട്ട് ഇട്ടില്ലേ ആ നെയ്യിലോട്ട് നല്ല മണം വരുന്നത് കേട്ടോ. ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, ആ ഉള്ളിയുടെ ഇഞ്ചിയുടെ മണം നല്ല അടിച്ച്. കറിവേപ്പിലയും കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നല്ലൊരു പ്രത്യേക മണം വന്നത്. കറിവേപ്പില ഇല്ലെങ്കിൽ ചമ്മന്തി ആയാലും ഉപ്പുമാവായാലും കാശിന് കൊള്ളില്ല. പിന്നെ ഏതാണ്ട് ഞാൻ പാല് കാച്ചി വെച്ചിരിക്കുന്നു. അയ്യോ, പാലിൽ എന്തോ ഒരു പൊടി കാണുന്നല്ലോ. കടുകങ്ങാണ്ട് തെറിച്ച് വീണതാട്ടോ സ്പൂൺ എടുത്തപ്പം. പിന്നെ ഞാൻ സൂചി, അതായത് ഉപ്പുമാവിൻ്റെ ഇത് റവ ഞാൻ വറുത്ത് വെച്ചിരിക്കുകയാണ്. റോസ്റ്റഡ് അല്ലായിരുന്നു, അത് ഞാൻ വറുത്ത് വെച്ചിരിക്കുകയാണ്. പൊട്ടി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചൊക്കെ. ഇനി നമുക്ക് ഇച്ചിരി തിളപ്പിച്ച വെള്ളം വേണം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി വെള്ളം വെക്കട്ടെ. ഈ അടുപ്പിന് ഇച്ചിരി നല്ല തീയുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ഈ അടുപ്പിലോട്ട് വെച്ച് പിന്നെ ചെറിയ അടുപ്പിലോട്ട് ഇത് മാറ്റി വെച്ച്. ഇതുവരെ ഞാൻ ഉണക്കമുളക് ഇട്ടില്ല കേട്ടോ. ഇനി ഇടാൻ പോകുന്നതേ ഉള്ളൂ. കാര്യം എന്താണെന്നറിയാം, ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഇത് കയറി അങ്ങ് കറുക്കും. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ചുമന്ന കളറായിരിക്കണം. അപ്പോൾ ഇത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കറക്റ്റ് കളറായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ഫുഡ് വെച്ചാലും കടുക് വറുക്കുമ്പോൾ ആദ്യം ഉണക്കമുളക് ഇടത്തില്ല, ഉള്ളി ഇട്ടതിന് ശേഷം ഇടും. വെള്ളം തിളയ്ക്കാൻ പോകുന്നതുകൊണ്ട് വെട്ടി തിളയ്ക്കണം, അന്നേരം നമുക്ക് ഉപയോഗമാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഉഴുന്ന് അധികം മൂക്കണ്ടെന്ന്. കിടന്ന് മൂന്ന് ഈ ഉള്ളിയുടെ കൂടെയൊക്കെ കിടന്ന് പിന്നെ ഉഴുന്ന് ഇതാകുന്നുണ്ട്. നമ്മളിത് രാത്രിയിലത്തെ ഫുഡോ രാവിലത്തേക്ക് വേണ്ടിയല്ല. ഇത് ചില സമയത്ത് നമ്മൾ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ സ്നാക്സ് ആയിട്ട് വയറും നിറച്ചിട്ടില്ല, ചെറിയ ഒരു ബൗളിൽ കട്ടോറിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഉപ്പുമാവൊക്കെ കഴിക്കും. ഇവിടെയുള്ള പൊതുവെ വയറ് നിറച്ച് കഴിക്കണമെന്നില്ല. അതായത് നമ്മൾ ബിസ്ക്കറ്റും കടിക്കൊക്കെ പകരം ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ചൂടോടെ കഴിച്ചാലേ രുചിയുള്ളൂ. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത് വെച്ച മാവ് ഇതിനകത്തങ്ങ് തട്ടിയിട്ട് എന്നിട്ട് വീണ്ടും ഈ നെയ്യും ഉള്ളിയും ഇഞ്ചിയിലെല്ലാം ഇട്ട് ഒന്നും കൂടെ ഇതിന് തീ കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യും. ഈ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് പറയണം. പക്ഷെ തീ കുറച്ചിടണം കേട്ടോ. എൻ്റെന്ന് വെച്ചാൽ സ്റ്റീൽ പാത്രവും കൂടെ അടുക്കി വിടയ്ക്കാതെ സൂക്ഷിക്കണം. എൻ്റെ പൊന്നു ഫ്രണ്ട്സ്, ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു, ഉപ്പിടുകയാണ്. ഉപ്പിട്ടപ്പോഴാണ് ഓർത്തത്, മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ കണക്ക് സാൾട്ട് മാംഗോ ട്രീ. ഇതിട്ടാലല്ലേ ഉപ്പുമാവ് കംപ്ലീറ്റ് ആവും. ഇടയ്ക്ക് വെച്ച് ഇട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ, ഉള്ളി വഴറ്റുന്ന സമയത്ത്. ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. സാരമില്ല, കുറച്ച് വഴറ്റി വന്ന് വെള്ളവും കൂടെ ഒക്കെ ഒഴിക്കുമ്പോൾ കറക്റ്റാവും. ഇത് ഇവിടെ കൊണ്ടുവന്ന പലഹാരമാണ് കേട്ടോ. ചേട്ടൻ വൈകിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും എടുത്ത് ഇതെൻ്റെ പങ്കാണ്. നമ്മുടെ വെള്ളം വെട്ടിത്തിളച്ച് ഇനി നമുക്കത് ഉപ്പുമാവിലോട്ട് ഒഴിക്കാം. എൻ്റെ ഗ്യാസിൻ്റെ ഇവിടെ എല്ലാം ഞാൻ ഇളക്കി എല്ലാ ഇടവും നണ്ടത് വീണിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ. ഞാൻ വെള്ളം എടുത്ത് ഒഴിക്കട്ടെ. നല്ല വെള്ളം ഒഴിക്കണം. സൂചിയെല്ലാം കൂടെ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. അത് കുറച്ച് നിങ്ങൾ ഉണ്ടാക്കി ചായയുടെ കൂടെ അപ്പം തന്നെ കഴിക്കണം. ഇത് കുറച്ച് കഴിഞ്ഞ് വെള്ളം അങ്ങ് വിടും. അതായത് നമ്മളിവിടെ കഴിക്കുന്ന പൊതുവേ നമ്മൾ ഉണക്ക ഉപ്പുമാവല്ല കഴിക്കുന്നത്. എന്നിട്ട് സ്പൂൺ വെച്ച് കോരി അങ്ങോട്ട് കഴിക്കും. കുറച്ചും കൂടെ സെറ്റാവും. ഞാൻ ഒന്ന് ഇളക്കിയിട്ട് വരാം. അവസാനം ഇളക്കി
ഫൈനൽ സ്റ്റേജിലായി കേട്ടോ. എൻ്റെ വായില് നെയ്യപ്പം കിടക്കുന്നു, അതായി സൗണ്ട്. അങ്ങനെ ഫൈനൽ റിസൾട്ട് ഇതാണ്. നമ്മളുടെ ഉപ്പുമാവ് താണ്ട് റെഡിയായി. നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ, സോഫ്റ്റ് ഉപ്പുമാവാണ്. പിന്നെ ചായയും പിന്നെ കടിയും. ഇതാണ് വൈകിട്ടത്തെ സ്നാക്സ്. ഓക്കെ, ബൈ ബൈ.